ഒരു പക്ക ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാക്യൂം ക്ലീനർ ഞാൻ കാണിച്ചു തരട്ടെ. ഈ കാണുന്ന ഒരു മുതലാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു പ്രോഡക്റ്റാണ്. കാരണം വാഹനത്തിൽ എപ്പോഴും മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യമാണ് ഒരു വാക്യൂം ക്ലീനർ. എന്നാൽ ബഡ്ജറ്റും ഒരു കാര്യമാണ്. ഒരുപാട് പ്രൈസ് കൂടിയ മോഡലും ഒരുപാട് പ്രൈസ് കുറഞ്ഞ മോഡലും ഉണ്ട്. നമ്മളെപ്പോഴും ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി സെലക്ട് ചെയ്യുക, നല്ല കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മോഡൽ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് അഗാരോ എന്ന് പറയുന്ന കമ്പനിയുടെ വാക്യൂം ക്ലീനറാണ്. ഈ വാക്യൂം ക്ലീനറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതൊരു സ്റ്റീൽ ഫിനിഷ് വരുന്ന ടൈപ്പ് ഫിൽറ്ററാണ് ഇവിടെ വരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതായത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ആ ഒരു പോയിൻ്റ് ചില്ലറ കാര്യമല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ വരുന്നത് 110 വാട്ട്സ് ആണ് ഈ ഒരു മോഡലിൻ്റെ പവർ വരുന്നത്. അപ്പോൾ ഇത് അഗാരോ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റാണ്. CV1077 ആണ് ഇതിൻ്റെ മോഡൽ കോഡ് വരുന്നത്. 4.5 കിലോ പാസ്കലാണ് ഇതിൻ്റെ സക്ഷൻ പവർ. അതായത് നല്ലൊരു സക്ഷൻ പവർ നമുക്ക് കിട്ടുന്നുണ്ട്, വലിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു ഡ്രൈ ടൈപ്പ് മാത്രമാണ്. വെള്ളമുള്ള സ്ഥലത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് പറ്റുന്നത്. പോർട്ടബിൾ ആണ്. 1 ഇയർ നമുക്ക് വാറണ്ടി കിട്ടുന്നുണ്ട്. ഇതിൻ്റെ MRP വരുന്നത് 2299 ആണ്. വളരെ റേറ്റ് കുറവിന് ഇപ്പം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. 12 വോൾട്ടാണ്, 110 വാട്ട്സ്, 8 ആംപിയർ ആണ് ഇത് വരുന്നത്. വെയിറ്റ് ആണ്, കോമ്പാക്ട് സൈസ് ആണ്. 0.5 ലിറ്ററിൻ്റെ ഡസ്റ്റ് കളക്ടിങ് കപ്പാസിറ്റി ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. കോപ്പർ വൈൻഡിങ് മോട്ടറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ABS പ്ലാസ്റ്റിക് ബോഡിയാണ്. പെട്ടെന്ന് ഇവനെ അൺബോക്സ് ചെയ്യാം. ഫ്ലെക്സിബിൾ ഹോസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത് കിട്ടുന്നത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു യൂണിറ്റ്, അതുപോലെ തന്നെ ഈ റോഡ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ മെയിൻ യൂണിറ്റ്. യെസ്, കിട്ടില്ലനാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു 4.5 മീറ്റർ ലെങ്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു ക്ലീനിങ് ബ്രഷ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഒരു ക്യാരി ബാഗും വരുന്നുണ്ട്. യൂസർ മാനുവൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഫ്ലെക്സിബിൾ ഹോസ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ നീളം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഫ്രണ്ട് നിന്നുകൊണ്ട് തന്നെ ഈ ഫ്ലെക്സിബിൾ ഹോസ് യൂസ് ചെയ്ത് അകത്തൊക്കെ വാക്യൂം ചെയ്യാൻ സാധിക്കും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. നമുക്കിപ്പോൾ ഒന്ന് കാണാം. അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് മാത്രം ചെയ്യാവുള്ളൂ. അല്ലാത്ത പക്ഷം വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കാരണവശാലും വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ, അതായത് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാതെ ഈ ഒരു പരിപാടി ചെയ്യാൻ പോകരുത്. അങ്ങനെ വേണ്ടേ, ഇതാണ് നമ്മൾ പറഞ്ഞ 4.5 മീറ്റർ നീളമുള്ള വയർ. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും അതൊന്ന് ഫ്രീ ആക്കി. ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ സിഗരറ്റ് ലൈറ്ററിലോട്ടാണ്. ഈ സിഗരറ്റ് ലൈറ്ററിൽ ഡയറക്റ്റ് ഇത് കണക്ട് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ കീ ഓൺ ചെയ്താൽ, സാധാരണ രീതിക്ക് കീ ഓൺ ചെയ്താൽ നമുക്കിത് വർക്കാവുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ചാർജ് ഡൗൺ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സൂക്ഷിച്ചോളുക. അതുപോലെ തന്നെ 2 കണക്റ്റേഴ്സാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്, ഇതൊക്കെ ഈ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഇതാണ്. സീറ്റിൻ്റെയൊക്കെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക്, അതായത് ഈ ഇട പോർഷനിലൊക്കെ ഇതിങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാനൊന്ന് കാണിച്ചു തരാം. കണക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ ഇടയിലത്തെ പോർഷനൊക്കെ ക്യൂം ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഓക്കെ, അപ്പം ഞാൻ ഏതായാലും നിങ്ങൾക്ക് ജസ്റ്റ് ഇത് വെച്ചുകൊണ്ട് തന്നെ ഈ താഴെയുള്ള പൊടി, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ വാഹനം ഒരുപാട് യാത്രയിലായിരുന്നു. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് ഇതുവരെ വാഷ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. വാഷിങ്ങിൻ്റെ ഒരു സാധനം കൂടി ഞാൻ ഉടനെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് വാക്യൂം ചെയ്യാമെന്നും കൂടി ഞാൻ വിചാരിച്ചു. അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓൺ ചെയ്തു. നിങ്ങൾ നോക്കിക്കോണം. ഓക്കെ, ഞാനത് ഓഫ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, തിരിച്ചെടുക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ചോണം. പൊക്കി വേണം എടുക്കാൻ, അല്ലേ താഴെ പോവും. അതെ, ഈ പൊടിയെല്ലാം ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന കാർപ്പറ്റ് പോർഷനിലോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഈ ഒരു ഐറ്റം. അതെങ്ങനെയാണെന്നും കൂടി ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഓൺ ചെയ്ത്
പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സീറ്റയിലെ ബിസ്ക്കറ്റോ കാര്യങ്ങളൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാക്യൂം ക്ലീനർ യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ എടുക്കാം. യെസ്, ഇതാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പരിപാടി. അങ്ങനെ ഈ 2 പ്രോഡക്റ്റാണ് നമുക്കിതിനകത്ത് കിട്ടുന്നത്. ഓക്കെ, അതിനുശേഷം ഞാനിത് ഊരി കളയാനുള്ളതെല്ലാം ഇതുവഴി അത് ഈ ഹോസ് ഒന്ന് ക്ലീൻ ചെയ്തോണം. അതിനുശേഷം ഇതിനെ എടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഊരിയെടുക്കാം. ഊരിയെടുത്ത ശേഷം ഓക്കെ. അപ്പോൾ ഇവിടെ ഫിൽറ്റർ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് തന്നെ കിട്ടുന്ന ബ്രഷ് കൊണ്ട് ഇതിങ്ങനെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പണി എളുപ്പമായില്ലേ. ഇനി ഇത് ഓരോ തവണ യൂസ് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി അത്യാവശ്യത്തിനൊന്ന് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉടനെ ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നല്ല ഡസ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വാഹനത്തിൽ തന്നെ നമുക്കിത് സൂക്ഷിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. പണിയെല്ലാം കഴിഞ്ഞ് നമുക്കത് ഈ ഒരു ബാഗിനകത്ത് തന്നെ ഇവനെ വളരെ സേഫായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. വയർ അത്യാവശ്യം ഒന്ന് മടക്കി വെച്ചേക്കുക. യെസ്, ഇങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ ഡിക്കിയിൽ തന്നെ ഇത് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. വച്ചു. സിമ്പിളല്ലേ? എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു പ്രൈസിന് മുതലാണ്. ഞാൻ ഏതായാലും ഈ പ്രോഡക്റ്റും കൂടെ താഴെ ഒന്ന് ടാഗ് ചെയ്തിട്ടോളാം. ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ സാധിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിങ്ങിൽ ഇപ്പോൾ കിട്ടുമ്പോൾ വെറുതെ സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് വാങ്ങിച്ചോളൂ.